കല്യാണ വ്ളോഗ് പാർട്ട് 2 കണ്ടാലോ? അങ്ങനെ അവിടെ എത്തി ഗൈസ്. ഞങ്ങൾ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം കുടുംബത്തോടെ ഒരു സ്ഥലത്ത് കാണാൻ വന്നിട്ടാണ്. ഞങ്ങളവിടെ എത്തി. ഞങ്ങൾ നേരെ അകത്തോട്ട് കയറി പോവാണ് ഗായ്സ്. ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറി പോവാണ് വരിയായിട്ട്. അങ്ങനെ ഇതാ അതിൻ്റെ അകത്തോട്ട് കയറി ഫുൾ അടിപൊളിയായിരുന്നു ഗൈസ്. ഫസ്റ്റ് തന്നെ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. ഇതാണ് ഗൈസ് ഞങ്ങളങ്ങനെ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. പിന്നെ അതിൻ്റെ ഞങ്ങളുടെ ഡാൻസ് ആയിരുന്നു ഗൈസ്. അങ്ങനെ സ്റ്റേജിൽ കയറി ഡാൻസൊക്കെ കളിച്ച് ഞങ്ങളവിടെ ഫേമസ് ആയി ഗൈസ്. പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ ഇപ്പുറത്തോട്ട് വന്നു. ഇപ്പുറത്തോട്ടും വന്നപ്പോഴും അവിടെയും ഫുൾ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെയൊക്കെ ആയിരുന്നു ഗൈസ്. അവിടെയും കുറേ നേരം നിന്ന് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ എന്താ ഗൈസ്, ബിഗ് ബോസിൽ സ്പൈക്കിട്ടുണ്ടായിരുന്നു. ഒരു ഹായ് തരൂ. താങ്ക്സ്. അങ്ങനെ സ്പൈക്കുട്ടനോടും ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ ഞങ്ങൾ പോയത് അപ്പുറത്തോട്ടാണ്. അവിടെ പോയപ്പോൾ ഇതാ പാനിപ്പൂരി കഴിച്ചു, പിന്നെ ബൺമസ്ക കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഗോസ്റ്റ് ഹൗസ് കണ്ടപ്പോൾ കയറണമെന്നുണ്ടായിരുന്നു, പേടിയായിട്ട് കയറിയില്ല ഗൈസ്. പിന്നെ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ പിന്നെ അപ്പുറത്തോട്ട് പോയിട്ട് എല്ലാവരും കൂടി നിന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഗായ്സ്. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി വൈറ്റ് ഹൗസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അസീസീൻ്റെ അപ്പുറത്താണ്. പിന്നെ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഞങ്ങൾ അപ്പുറത്ത് പോയി. ഹലോ ഗൈസ്, ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ മൊത്തം എല്ലാവരും കൂടി വന്നിട്ട് ഇങ്ങനെ ഹൈവേ തൊട്ടടുത്ത് കണ്ടൊക്കെ ചായ കുടിക്കുന്നത്. ഷോട്ടിക്കൂടി ചിച്ചിന് ഞങ്ങളുടെ സ്മൈലി മെസ്സാൻ ഞങ്ങളുടെ ചെക്കൻ ചിരിക്കണ. പിന്നെ ആശയ്ക്ക് മേഴ്സിനും എടുത്തിട്ട് അവിടെ നിന്ന് കളിക്കണ്ടായിരുന്നു ഗൈസ്. അപ്പോഴേക്കും ഞാൻ പോയി എൻ്റെ പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ കുറേ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ താത്ത ചായയും കുടിച്ചിട്ട് എന്താണ് സ്നാക്സൊക്കെ കഴിക്കുമ്പോൾ ഞങ്ങളുടെ ചെക്കൻ്റെ എക്സ്പ്രഷൻ നോക്കുക ഗൈസ്. അവനക്ക് ഒന്നും വായിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അവനിങ്ങനെ ചവയ്ക്കണ പോലെയൊക്കെ കാണിക്കട്ടെ. എന്താണ് അവൻ്റെ സ്പെഷ്യാലിറ്റിയാണ് അതൊക്കെ. പോണ വഴിക്ക് ഞങ്ങളൊരു അടിപൊളി സൺസെറ്റും കണ്ടു ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് അളീൻ്റെ വീട്ടിലെത്തിയിട്ട് കുട്ടിനെയും താത്താനെയും അളീൻ്റെ വീട്ടിൽ ഇറക്കി വിട്ടു. അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. പിന്നെ വിശന്നുമ്പോൾ കുർക്കുറയൊക്കെ. അപ്പോൾ ബാക്കി നാളെ.